വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചു. സിനിമയിൽ വരണമെന്നാണ് ആഗ്രഹം. സങ്കടമുണ്ട്, പക്ഷേ അത് റിയൽ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അടിപൊളിയായിരുന്നു, വേറെയും കിട്ടില്ലായിരുന്നു. പാട്ടൊക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കാൻ വളരെ രസമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയ്. സിനിമ പൊളിയായിരുന്നു. നേരത്തെ കാണുന്നതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഫാൻസിൻ്റെ വൈബ് ഒരുപാടുണ്ടായിരുന്നു. നല്ലതായിട്ട് നമുക്ക് മൂവി കാണാൻ പറ്റി. അതുപോലെ തന്നെ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നല്ലതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫിലിമെല്ലാം കണ്ടു. 2 ഫിലിമും കണ്ടായിരുന്നു. കാണാൻ പറ്റിയായിരുന്നു. ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും ഷൂട്ടിനൊക്കെ ഞങ്ങൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഫാൻസുകാരുടെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. സങ്കടമുണ്ട്, പക്ഷേ അത് റിയൽ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അത് പേഴ്സണലല്ലേ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലേ. വിജയെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിർത്തട്ടെ, എന്തിനും വെറുതെ. സിനിമയിൽ വരണമെന്നാണ് ആഗ്രഹം. നല്ലതായിരുന്നു. തിയേറ്റർ മൊത്തം നല്ല വൈബായിരുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ല ഹാപ്പി ഒന്നും കൂടെ കാണാൻ പറ്റിയാൽ. അടിപൊളിയായിരുന്നു, വേറെയും കിട്ടില്ലായിരുന്നു. പാട്ടൊക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കാൻ വളരെ രസമായിരുന്നു. ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ വിജയ്. വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ ഫുള്ള് വൈബായിരുന്നു, കിടിലായിരുന്നു. വിജയുടെ വേറെ കണ്ടിട്ടുണ്ടാലും ഫസ്റ്റ് ഷോ വന്ന് നല്ല രസമാണ്. നല്ല വൈബായിരുന്നു, എല്ലാവരും ഇറങ്ങി കളിച്ചു, നല്ല രസമായിരുന്നു. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചു. ഇതൊരു പുതിയ മൂവി റിലീസാണെന്ന് തോന്നുന്നില്ല. നമ്മൾ പുതിയ അണ്ണൻ്റെ ഒരു ന്യൂ റിലീസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻജോയ്മെൻ്റ്. അത് ഫുൾ ഡാൻസ്, പാട്ട്, ഫുൾ ബഹളമായിരുന്നു.